ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹാവ് എ വണ്ടർഫുൾ ഡേ. നമ്മൾ യു ക്യാൻ വിൻ ബൈ ശിവകേരയുടെ ബുക്കിനെ ബേസ് ചെയ്താണ് ടോക്സ് നടത്തുന്നത്. ഇന്ന് ഡേ 2 ആണ്. വെൽക്കം യു ടു ഡേ 2. ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് TQM കുറിച്ചാണ്. ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ, TQP. എന്താണ് ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ എന്ന് വെച്ചാൽ പീപ്പിൾ വിത്ത് ക്യാരക്ടർ, പീപ്പിൾ വിത്ത് ഇൻറ്റഗ്രിറ്റി and people with good values and a positive attitude. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ സെയിൽസിലും നമ്മുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോഴും മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പെരുമാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഷോറൂമിൽ പോയി കഴിയുമ്പോൾ ഹൗ ദ പേഴ്സൺ അപ്രോച്ചസ് യു. അപ്പോൾ ചില വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. എക്സ്ക്യൂസ് മീ, താങ്ക് യു, വെൽക്കം സർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് പല ആളുകളും ഫേക്കായിട്ട് ചെയ്യും, പുറമേ മാത്രം കാണിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി നമുക്ക് മനസ്സിലാവും ഇത് ഹാർട്ടിൽ നിന്നല്ല. അതേസമയം ഇത് ഇവന് ഇൻബിൽറ്റ് ആണെങ്കിൽ, ഇത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഇത് വളരെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് 2 സ്റ്റോറി പറയാതിരിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല ആളുകളും ചിന്തിക്കും എന്തിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് കാണുന്നുണ്ട്, വളരെ ഒരു 12 നിലയുള്ള ഫ്ലാറ്റ്, അതിൽ 15 നിലയുള്ള ഫ്ലാറ്റ്. പക്ഷേ 60% ഓഫ് ഇറ്റ് ഈസ് താഴെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ റെഡി അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് നിൽക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെയും നമ്മുടെ സക്സസിൻ്റെയും 60% ഈസ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി നിങ്ങളിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഒരു കാര്യം ഉറപ്പ് പറയാം, ഞാനൊരു ജോലിക്ക് ആളെ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഡിഗ്രിയും അയാളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കും. ദാറ്റ് കൗണ്ട്സ് ഓൺലി 15%. ബാക്കി 85% ഐ ലുക്ക് അറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ്സ്. അതായത് ഈ വ്യക്തി എൻ്റെ സ്ഥാപനത്തിൽ വന്നാൽ അങ്ങനെ സിൻസിയർ ആണോ, സ്ഥാപനത്തിന് ഉപകാരമാണോ. അല്ലാതെ ഹൈലി ക്വാളിഫൈഡ് ആൾ വന്നു, അത് സ്ഥാപനത്തിന് ഉപകാരം അല്ലെങ്കിൽ പിന്നെ നമുക്കെന്താ ഗുണമുള്ളത്. സോ 85%ഉം ആളുകൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഓൺലി 15% ഉള്ളൂ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും സ്കിൽ ആൻഡ് നോളജ്. പണ്ട് ഒരു കൊച്ചു കഥ പറയാം. പണ്ടൊരു കൃഷിക്കാരനുണ്ടായിരുന്നു ആഫ്രിക്കയിൽ. ഈ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വന്നു. ഈ ഗസ്റ്റ് വന്ന് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ഡയമണ്ട്സിനെ കുറിച്ച് സംസാരിച്ചു. കുറച്ച് ചെറിയൊരു ഡയമണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ യു വിൽ ബി ഇമ്മൻസ്ലി റിച്ച്. നിങ്ങൾ ഈ കൃഷി ചെയ്ത് എന്നിട്ട് ജീവിക്കണേ. അങ്ങനെ സംസാരിച്ച് ഈ ഗസ്റ്റ് പോയി. പക്ഷേ ഇങ്ങേർക്ക് ഉറക്കം കിട്ടണില്ല. വൈ കോണ്ട് ഐ സെർച്ച് ഫോർ ഡയമണ്ട്സ്? ആഫ്രിക്കയിൽ ഇഷ്ടംമാതിരി ഡയമണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം അവസാനം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ച് ഫാമിലിയൊക്കെ സ്ഥലത്താക്കി അങ്ങേരെ പ്ലോട്ട് വിറ്റു. അങ്ങേരുടെ കൃഷിസ്ഥലം വിറ്റിട്ട് അങ്ങേര് നേരെ ഡയമണ്ട് അന്വേഷിച്ച് പോയി. അങ്ങനെ ഡയമണ്ട്സ് അന്വേഷിച്ച് നടന്ന് അരഞ്ഞ് പിടിഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. അയാൾക്ക് ഡയമണ്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതേ സമയത്ത് ഇയാൾ ആ വിറ്റ സ്ഥലത്ത് വേറെ ഫാർമർ വാങ്ങിച്ചു. ആ കൃഷിക്കാരൻ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അയാളുടെ ഒട്ടകത്തെ കുളിപ്പിക്കുകയായിരുന്നു. ഒട്ടകത്തെ കുളിപ്പിക്കുമ്പോൾ അവിടെ എന്തോ തിളങ്ങണമുണ്ട്. അയാൾ ആ എടുത്തിട്ട് അയാൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരാൾ ചോദിച്ചത് എന്താ ഇത് ഭയങ്കര തിളക്കമാണല്ലോ. അപ്പോൾ പറഞ്ഞു ദിസ് ഡയമണ്ട്സ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഇഷ്ടംമാതിരി ഡയമണ്ട്സ് ഉണ്ട്. അതായത് അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് ആർ ഹിയർ. നമ്മുടെ കാലിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഡിഗ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ഡയമണ്ട്സ് ഉണ്ടാവും. സോ
സാധാരണ സംഭവിക്കുന്നത് എന്താ, അക്കരെ പച്ച എന്ന് പറയും. അതായത് അവൻ രക്ഷപ്പെട്ടു, ഇവൻ രക്ഷപ്പെട്ടു, അക്കരെ പച്ചയാണ് എപ്പോഴും. പക്ഷെ അയാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ എന്തായിരിക്കണേ, അക്കരെ പച്ചയാണ്. പിന്നെ ഒരേ അവസരങ്ങൾ രണ്ടും നോക്കിയില്ല. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോൾ ക്യാച്ച് ഔട്ട് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഡേവിഡ് ആൻഡ് ഗോലിയത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും, അതും കൂടി പറയാം. ഈ ഡേവിഡ് ആൻഡ് ഗോലിയത്ത് കഥ മിക്കവാറും പേര് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു വലിയ തടിയനായ ജയൻറ്റ് രാക്ഷസൻ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം പേടിച്ച് ജീവിക്കുക, ഇയാളെ പേടിച്ചാണ് ജീവിക്കണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്കൊരു 17 വയസ്സുള്ളൊരു പയ്യൻ വന്നു, സ്ലിമ്മായിട്ടൊരു. അപ്പോൾ ആ പയ്യൻ ഇവരോട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ രാക്ഷസനെ ഫൈറ്റ് ചെയ്യൂടെ? അയാൾ ഭയങ്കര ഭീകരനാണ്, നമ്മൾ കണ്ടു നിൽക്കണം. അപ്പോൾ ഇയാൾ ചോദിച്ചു, അയാൾ ഭയങ്കര തടിയനും ഭയങ്കര സൈസാണെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു അയാളെ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ നേരെ അതർ സൈഡാണ് കണ്ടേ. അവൻ പറഞ്ഞു, നമ്മൾ എവിടെ ഹിറ്റ് ചെയ്താലും അവനെ ഹിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹിറ്റ് മിസ്സാവില്ല. സോ അങ്ങനെ ഈ രാക്ഷസനെ വിളിച്ചു, ഗോലിയത്ത് ഇവൻ ഫൈറ്റ് ചെയ്തു, വിജയിച്ച കഥയാണ്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഒരാൾ കണ്ടത് ഇവൻ ഭയങ്കര തടിയാണ്, ഇവനെ ഇടിക്കാൻ പറ്റില്ല. മറ്റാൾ കണ്ടത് എവിടെ ഇടിച്ചാലും അവന് കൊള്ളും, കാരണം തടി ഇഷ്ടംമാരി ഉണ്ടല്ലോ. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? 3 E ആണ്, 3 E ആണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് എൻവിറോൺമെൻറ്റ്, അയാളുടെ സാഹചര്യങ്ങൾ. രണ്ടാമത് അയാളുടെ എക്സ്പീരിയൻസ്. മൂന്നാമത് അയാളുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ എൻവിറോൺമെൻറ്റ്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അയാളുടെ വീട്ടിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? അയാളുടെ സ്കൂളിൽ എങ്ങനെയാണ് ടീച്ചർമാർ, അയാളുടെ കൂട്ടുകാരെങ്ങനെയാണ്, അയാൾ വർക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ സോഷ്യൽ എൻവിറോൺമെൻറ്റ് എന്താണ്, അയാളുടെ പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ് എങ്ങനെ. ഇതെല്ലാം ഒരാളെ ബാധിക്കും. ശരിയല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നു അല്ലേ? നമ്മൾ തന്നെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ ഭയങ്കര യുദ്ധവും പ്രശ്നങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ രണ്ടാമത് എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് പ്രായം കൂടുന്തോറും ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ ഗുരുക്കന്മാരെ കണ്ടുപിട്ടുന്നതും അതിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതിന് നമുക്ക് താല്പര്യം വരുന്നതും അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. I actually go to Brahmakumaris every day for a meditation. അവരൊരു ചെറിയൊരു ക്ലാസ് ഉണ്ടാവും, ഒരു മെഡിറ്റേഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു മീ. I take a supermarket approach. Whatever is good, I take. Okay, all the best. You too can win. Have a wonderful day. Thank you.